തെങ്കാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ആദ്യമായി നടത്തുന്ന ഉത്സവം അതിഗംഭീര വിജയമാക്കുവാൻ ഓരോ തെങ്കാശിക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അമ്മേ, ആ ഉത്സവത്തിന്റെ നോട്ടീസ് ഒന്ന് വാങ്ങിച്ചേ. ചെറുക്കനും കൂട്ടരും പെണ്ണു കാണാൻ വന്നിരിക്കുമ്പോഴേ അവളുടെ ഒരു നോട്ടീസ്. നിങ്ങളൊക്കെ ഒന്ന് പോയിക്കേ പിള്ളേരെ. മീനാക്ഷി ഒന്ന് വേഗം ആവട്ടെ, അവരൊക്കെ വന്നിട്ട് കുറെ നേരായി. ഞാനൊന്ന് നല്ലോണം ഒരുങ്ങിക്കോട്ടെ ചെറിയമ്മേ, എന്നാലല്ലേ ചെറുക്കൻ എന്നെ നല്ലോണം ഇഷ്ടാവുള്ളൂ. പയ്യന്റെ അച്ഛന്റെ അഭിപ്രായത്തില് പയ്യനെ ഒരു മരുമകനായിട്ട് കണക്കാക്കണ്ട, അവനെ ഒരു അടിമയായിട്ട് കണക്കാക്കിയാ മതിയെന്നാ അല്ലേ? അതുകൊണ്ടല്ലേ ഇവനെ തന്നെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ചത്. ഏതാടെ എന്റെ ചെറുക്കൻ? അയ്യടാ, എന്തൊരു നാനം, നാണം കെട്ടവൻ. എന്താ മോളെ ഇത്? ചെറുക്കന് കൊടുക്കാനുള്ള ചായ. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. എന്താ, എന്ത് പറ്റി? ഞങ്ങള് സംസാരിക്കായിരുന്നു. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സംസാരിക്കുമ്പോ പതുക്കെ സംസാരിക്കുന്നു. ധൈര്യമായിട്ട് സംസാരിച്ചോ, വാ നമുക്ക് പോവാം. KDN കമ്പനിയും കേട്ടിട്ടുണ്ടോ? എന്താ? എന്നെ KD കമ്പനി നോട്ടൗട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിക്കണം, മരണം വരെ. ഇനിയിപ്പോ വീട്ടിൽ വെച്ചോ അമ്പലത്തിൽ വെച്ചോ വേണമെങ്കിൽ പള്ളി വെച്ചോ ആകാം. പള്ളിയിൽ വെച്ചോ? ആകാമെന്നേ. എന്താടാ എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്? എന്താ ഇത്? ഇത് എത്രാമത്തെ ആലോചനയാന്ന് അറിയോ നീ മുടക്കുന്നത്? 8ാമത്തെ. അതിനെ വിട്ടേക്ക് മുത്തശ്ശി, അത് ലവ് ഫെയിലിയർ കേസാ. അവിടെ പോയി പ്രാർത്ഥിച്ചോളൂ. ദാ നിൽക്കുന്ന താടിക്കാരെ കണ്ടില്ലേ? അവര് മുഴുവനും ചേച്ചി പോലെ പ്രേമനൈരാശ്യ പാർട്ടികളാ. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. 8.5 രൂപയുടെ തേങ്ങയാ. സോറി ഉണ്ട് കേട്ടോ. ദയവ് ഇത് അങ്ങോട്ട് മാറിയുന്നേ, ഞാൻ ഈ തേങ്ങ ഉടച്ചോട്ടെ. എക്സ്ക്യൂസ് മീ, അതെ ഇതെന്താണ് താഴ്ച? തേങ്ങയുടെ ബോംബ ഭൂമി കുലുക്കി കാണുന്നില്ല. നല്ല ഹോഴ്സ് പവറിൽ മരുന്ന് തരാം. ഇത് കുതിരക്ക് കൊടുക്കണ സാധനമാണ്. മുതിരയാണോ? വിതുര. ഇത് വെച്ചാ പെട്ടെന്ന് ഏത് മുറിവും ഉണങ്ങും. ആയിക്കോട്ടെ, താങ്ക് യു. ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ? ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് KDN കമ്പനിയുടെ വണ്ടിയാ? വണ്ടി മാത്രമല്ല, ഞാനും. കണ്ടത് നന്നായി. KD കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കായിരുന്നു. ഞാൻ അവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ, മാനേജരായിട്ട്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. എന്താ? ഐശ്വര്യമായിട്ട് കേറിക്കോ. ഇത് KD കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ. മാനേജർമാർക്ക് കുതിരവണ്ടിയാ? ഇതാണ് KD കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും. അയ്യോ, വലത് കളിച്ചു കേറിക്കോ. ഞാൻ എന്റെ പെട്ടി ആൾത്തർക്ക് വെച്ചിരിക്കും, എടുത്തിട്ട് വരാം. ഓഹോ, അപ്പൊ ശവപ്പെട്ടിയായിട്ടാണോ വന്നിരിക്കുന്നത്? രക്തം കണ്ടാ തുടക്കം, ഇനി വെച്ചടി കയറ്റായിരിക്കും. നിങ്ങളെക്കാരാ? എണീറ്റ് എണീറ്റേ, ഇത് എന്റെ ബാഗാ. അതെ, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോയാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോവില്ലേ? ഓ, ഇതിനകത്ത് ആരെന്ത് എടുത്തോണ്ട് പോവാനാ? അയ്യോ, എന്റെ കവർ അവിടെ. ഇപ്പൊ കൊണ്ടുവരട്ടോ. കൊണ്ടുവരൂന്നോ? ഇതാരാ എടുത്തത്? KDN കമ്പനിയിലേക്കുള്ള എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൂജിക്കാൻ കൊണ്ടുപോയതാ. ഒരു ജോലിക്ക് കയറിയല്ലേ, ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് കരുതി. അതാണോ കാര്യം? ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. പൂജ കഴിഞ്ഞു കേട്ടോ, താങ്ക്സ്.
ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടതാ. താങ്ക്സ്. കണ്ണമ്മലാളുടെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ. ഈശ്വര, ആയിക്കോട്ടെ. നമ്മുടെ പേരെന്താ? മീനാക്ഷി. നമ്മുടെ പേരെന്താ? എന്റെ പേര് ശത്രു. ശത്രു? നീ എങ്ങനെയാ പട്ടി എന്റെ ശത്രു ആയത്? തെരുവാണ്. അതെന്റെ പേരാ ശത്രു. പിന്നെ ഫസ്റ്റ് പറഞ്ഞൂടെ? അയ്യോ, ഇത് പുതുതായിട്ട് ചവിട്ടുകൊള്ളാൻ വന്ന ആളാ. അല്ല, മാനേജറാൻ വന്ന ആളാ. രണ്ടും ഒന്ന് തന്നെയാണ്. ശത്രുഘ്നൻ എന്ന മുഴുവൻ പേര് പറഞ്ഞും കേട്ട് ശീലമായതുകൊണ്ട് എപ്പോഴും ശത്രുന്നേ വായില് വരൂ. ജ്ഞനൻ വരില്ല. സാരല്ല, രണ്ടെണ്ണം കൂടി ഇതുപോലെ കിട്ടുമ്പോ നിന്റെ നവദ്വാരത്തിൽ നിന്ന് ഘനം വന്നോളൂ. അയ്യോ, ഓഫീസിൽ കണ്ണനുണ്ട്, പോയി കണ്ടോടാ. ഇതാണ് ഓഫീസ്. ദാസം മുതലാളി വെള്ളം അടിച്ച എങ്ങനെയാ? മിണ്ടിയ തല്ലും. വെള്ളം അടിച്ചില്ലെങ്കിലോ? മിണ്ടിയില്ലെങ്കിലും തല്ലും. അപ്പൊ ഈ ഇടി ഉറപ്പായി. പിന്നെ അകത്ത് എന്ന് ശത്രുക്കന്റെ ഇഗ്നം പറയാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ നടന്ന പോലത്തെ വിഘ്നം സംഭവിക്കും. കണ്ണമുതലാളി ഇങ്ങനെയാ? മൊണ്ണൻ കതലാളി എന്ത്? അല്ല, കണ്ണൻ മുതലാളി അകത്തുണ്ട്. എന്താടു? വേണ്ട. ഇടിച്ചതിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. വണ്ടിപ്പേട്ടെന്ന് 30 ലോറി ഇന്ന് തന്നെ പുറപ്പെട്ടോണം. മനസ്സിലായടാ? ആ, എന്താടോ? ഞാനല്ല, അപ്പന്റെ ഓയിൻമെന്റാ. അല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡറാ. നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്? അതെ, KD കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷായിരുന്നു. അല്ല, ജീവിതാഭിലാഷായിരുന്നു. കണ്ണ മുതലാളിയെ കുറിച്ചും ദാസപ്പ മുതലാളിയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്റെ ചക്കരക്കുട്ട, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി തപസ് ചെയ്യുന്നു. നീ മഴയായി പെയ്യുന്നതും കാത്ത് വേഴാമ്പലിനെ പോലെ ഞാൻ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. എന്താടാ ഈ കാട്ടി വച്ചിരിക്കണേ? എന്റെ ചക്കരക്കുട്ട. അയ്യോ, ഇത് എഴുതിയത് ഞാനല്ല. പിന്നെ ആരടാ? ഈ തവള. തവളെ? ദ്രോഹി. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. കുഞ്ഞുനാളി ഞാൻ കുറച്ച് നിന്റെ പിറകെ നടന്നിട്ടുണ്ട്. 5-6 നാരങ്ങ മിഠായി വാങ്ങി തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. അത് അന്നേ അവസാനിപ്പിച്ചതാ. എടി, എന്ത് ധൈര്യത്തിലാ നീ? എവിടെ? എടി, എന്ത് ധൈര്യത്തിലാ നീ KDN കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ. മഴയായിട്ടല്ല, നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും വീഴുന്നത്. മനസ്സിലായടി? പിന്നെ വേഴാമ്പലേ. എന്നെ ആ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കൂ. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണോ? കണ്ണേട്ട കണ്ണേട്ട, വണ്ടി ഒന്ന് നിർത്തുവോ? നാരായണ, മിഠായി. ഇപ്പൊ ചേച്ചി മാത്രമേ നാരങ്ങ മിഠായി വാങ്ങാറുള്ളൂ, ബാക്കി എല്ലാവരും കാഡ്ബറീസാ. കണ്ണേട്ടനിൽ ചേഞ്ച് ഉണ്ടോ? ചേട്ടന് വേണം മിഠായി? ഇതിപ്പോ എത്ര രൂപയ്ക്കായി? 1 രൂപയ്ക്കായി. ബാക്കി 9 രൂപയ്ക്ക്. 9 രൂപയ്ക്ക് നീ നിന്റെ അപ്പന് കൊണ്ടുപോയി കൊടുക്ക. ഇതിനു വേണ്ടിയാ ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എൻ്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് 2 വാക്ക് മിണ്ടുമല്ലോ. സന്തോഷായി. പിന്നെ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവിടോ. നമ്മൾ നിന്നെടുത്ത് എന്റെ കാർ അവിടെ നിൽക്കുക. വേണ്ട, ഞാൻ നടന്നോളാം. പോട്ടെ.